ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. ഇന്ന് ഈദാണ്, അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ നമ്മൾ ഇന്ന് ഈദായിട്ട് ചെറിയൊരു ഔട്ടിങ് പോലെ ഇറങ്ങിയിട്ടാന്നുള്ളത്. എവിടത്തേക്കാന്ന് വെച്ചാൽ വലിയ പ്ലാനൊന്നും ഇല്ല, ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു ചിൽഡ്രൻസ് പാർക്കിലാന്നുള്ളത്. അവിടുന്നാണ് ഇപ്പൊ ഇൻട്രോ എടുക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കമ്മിങ് ബാക്ക് ആണ്. അപ്പോൾ ഏറൗണ്ട് 3 വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നു. യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു 3 കാരണങ്ങളായിരുന്നു യൂട്യൂബ് ഡ്രോപ്പ് ആകാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ദുബായിലേക്ക് പോയി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂട്യൂബ് എടുത്തിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിന് ഞാൻ ഹൈദരാബാദിനാണ് യൂട്യൂബ് എടുത്തത്. അപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിന് ഹൈദരാബാദിൽ നിന്ന് ദുബായിലേക്ക് പോയി. അതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടും പിന്നീട് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ കാരണം വെച്ചാൽ ഇപ്പം കാണിച്ചതാ. ഏവോ ഓടുക. രണ്ടാമത്തെ കാരണം ഇവളെ പേര് എവ എൽനസ് ആണ് പേര്. ഇപ്പോ 3 നമ്മള് പ്രഗ്നന്റ് ആണെന്നുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. അതല്ലേ ലാസ്റ്റ് ഇട്ട പ്രഗ്നന്റ് ആണെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേനോ. പിന്നെ ഡെലിവറി നടന്നോ ബാക്കി കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല. റീസൺസ് ഉണ്ടായിന്. നമ്മളിപ്പോ ഇവിടെ ഒരു പാർക്കിലാണുള്ളത്. രണ്ടാമതാണ് അടിയുണ്ട്. ഇപ്പൊ ആദ്യത്തെ കാരണം ദുബായി പോയി, രണ്ടാമത്തെ കാരണം എബു, മൂന്നാമത്തെ ഒരു കാരണം കൂടി ഉണ്ട്. അത് നമ്മ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. വേണ്ട, അടുത്ത വീഡിയോ ആക്കണ്ട, ഇപ്പൊ തന്നെ പറയാതെ. മൂന്നാമത്തെ കാരണം ഇപ്പൊ കാണിച്ചതാ. ഇപ്പൊ ആള് ഫുള്ള് തിരക്കില. ഇപ്പൊ ഇതാണ് നമ്മളെ മൂന്നാമത്തെ കാരണം. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരാളാണ്. എവിടെ പോന്നേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്നുകൂടി ഈദ് മുബാറക്. എല്ലാവരും ഇത്ര നാളുണ്ടായ സപ്പോർട്ടിന് നന്ദി. പിന്നെ ചാനൽ മോണിറ്റൈസേഷനായി, അതാണ് വീണ്ടും നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. പിന്നെ നമ്മള് ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു, എങ്കിലും രാവിലെ കഴിച്ചാണ്. ഇനിയിപ്പോ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ എവിടത്തെങ്കിലും കഴിക്കണം. എന്നാ കഴിക്കുന്നത്? ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് മന്തി കഴിക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മള് ഉള്ളത് ദുബായില് ഗോൾഡ് സോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ ദേരയില് ഗോൾഡ് സോക്ക്. അപ്പൊ അവിടെ ഒരു സ്ഥലത്താണ് ഉള്ളത്. നമ്മള് താമസം അവിടെയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ. അപ്പോ വീഡിയോ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണാം. നമ്മളിനി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാന്നുള്ളത്. ഫുഡിന് ഓർഡർ ചെയ്തിട്ടില്ല, ഓർഡർ കൊടുക്കണം. ഒരാൾ ചെസ് കളിക്കൊരു ഇത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചിന്തയാണ്, എന്ത് ഓർഡർ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. നോക്കാം ലാസ്റ്റ് എന്തിലേക്ക് എത്തുന്നു. ഫുഡിന് വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് വന്നില്ല. നമ്മൾ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്, ഇനി അത് പിടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ മന്തിയാണ് കേട്ടോ. മട്ടൻ മന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂപ്പുണ്ട്, സാലഡ് ഉണ്ട്.
പറ്റിച്ച എന്തിനീ വെറുതെ പറ്റിച്ച വീണോ നോക്കെന്താ വേണ്ടേ ബിരിയാണി വേണോ മന്തി വേണോ ഇല്ല പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ രാത്രി ഇല്ല പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ സൂപ്പ് ഉണ്ടോ സൂപ്പ് ഇഷ്ടമില്ല കൊണ്ടാ ഞാൻ വാങ്ങിക്കണോ അങ്ങനെ ഫൈനലി നമ്മളെ മന്തി ഫിനിഷായി ഗൈസ്. രണ്ടാളും നല്ല കളിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും നേരത്തെ വന്ന പാർക്കിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിള്ളേരൊരേ കുഴപ്പം, അവിടെ തന്നെ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഇവരിവിടുന്ന് കളിക്കുകയാണ്. അവിടെ അടുത്ത് ഉച്ചുവിൻ്റെ അടുത്ത് ഏതോ ഒരു കുട്ടി വന്നിട്ട് ഭയങ്കര കമ്പനി. ഇതാണ് നമ്മൾ സന്തതി കേട്ടാ. കുട്ടിന് മാറിക്കൊണ്ടായിരിക്കും. ഇപ്പൊ ഫുള്ള് ഗൗരവത്തില, ബ്രേക്കടിച്ചിട്ട് ഫുള്ള് ഗൗരവത്തിലുള്ള പെരുന്നാളായിട്ട്. മറ്റാളിതാ എവിടെയോളൊരാളെയും കൊണ്ട് അടി കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. വാ പോരാ, വാ വാ. ആദ്യം മോൻ വരുന്നുണ്ട്. താങ്ക് യു. വാ. ഇതാണ് പിള്ളേരെ ഈദ് ഔട്ട്ഫിറ്റ്. രണ്ടാളും മാച്ചാണ്. ഇനി എൻ്റെ കാണിച്ചു തരാം. തുർക്കി സ്റ്റൈലാ, തുർക്കി. ഇത് ഞാൻ കൊച്ചുവിൻ്റെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നമ്മളെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിള്ളേർക്ക് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വീറ്റ്സ് മേടിക്കാൻ പോക്കാണ്. ഹബീബ് ബേക്കറി. നമ്മൾ സ്ട്രോളർ എടുത്തിട്ടില്ല കേട്ടോ. വാങ്ങിക്കാം വാങ്ങിക്കാം വാങ്ങിക്കാം. ഇവിടെ വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. പല കൺട്രീസിലെയാന്ന് തോന്നുന്നു. അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാന്ന് തോന്നുന്നു. നമ്മളെ തന്നെ ലഡു ജിലേബി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ കുറച്ച് നോർത്തിലെ ഗുലാബ് ജാമ് അങ്ങനത്തതുണ്ട്. ബാക്കിയൊക്കെ വേറെ കൺട്രീസിലെയാന്ന് തോന്നുന്നു. കാണാൻ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിലെല്ലാം കാണാൻ ഭയങ്കര അട്രാക്റ്റീവ്. പിന്നെ ഡോണറ്റ്സ്, മാക്രോൺസ്, പേസ്ട്രീസ് അതൊക്കെയുണ്ട്. അങ്ങനെ സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ പോക്കായി നേരെ ഗോൾഡ് സൂക്കിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഗോൾഡ് സൂക്കിൽ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് പുതിയ ഗോൾസുക്ക്, അതായത് ഗോൾസുക്ക് എക്സ്റ്റൻഷൻ എന്നാണ് ഇതിന് പറയുക. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ആകെ ഒരു 4-5 വർഷമായിട്ടുള്ളൂ. പഴയ ഗോൾസുക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് പുതുതായിട്ട് ദുബായ് ഗവൺമെൻറ് തുടങ്ങിയ ഏരിയ ഇത്. ഇവിടെയുള്ളത് ഫുള്ള് പുതിയ ബിൽഡിങ്ങുകളും ബാക്കിയുള്ള എല്ലാ ബ്രാൻഡേജ് ജ്വല്ലറികളും ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ്. അങ്ങനെ പുതിയ സൂക്കിൽ നിന്ന് നമ്മൾ നേരെ പഴയ ഗോൾഡ് സൂക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ദുബായിൽ വന്നിട്ടുള്ള എല്ലാവരും കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ പഴയ ഗോൾഡ് സൂക്ക്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ഗോൾഡ് സൂക്കിലേക്ക് എൻ്റർ ആവുകയാണ്. ഇവിടെ ഒരുപാട് പേര് കൂടി നിന്നിട്ടുണ്ട്. ഇതെന്താന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം. ഒരു ഫോട്ടോ എടുക്കാൻ നല്ല ക്യൂ ആണ്. എന്താന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം. ഗോൾഡ് സൂക്കിൽ വന്നാൽ മെയിനായിട്ട് കാണേണ്ട ഒരു സംഭവമാണിത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് റിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം വരുന്നവർ മൊത്തം ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിന് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ തൊട്ടിപ്പുറം കാണുന്ന സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് റിങ്ങിനുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഈ റിങ്ങിനാണെന്നാണ് പറയപ്പെടുന്നത്. ഡ്രസ് കണ്ടോ, ഗോൾഡിനെ കൊണ്ടുള്ള ഡ്രസ്. ചെറിയ ചെറിയ ക്രൗണ് കണ്ടോ, ഗോൾഡിന്റെ ക്രൗൺ. റിങ് കണ്ട, വലിയ റിങ്. റിങ് തന്നെയാണിത്. തോന്നുന്നു റിങ്ങോ വളയോ ഇതിലേതോ. പിന്നെ ഇവിടെ തന്നെ ഇതിന്റെ തൊട്ടിപ്പുറം മറ്റേ സ്പൈസസും ഉണ്ട് കേട്ടോ. നല്ല റഷ് ഉണ്ട്. പക്ഷെ ഇതിലും റഷ് ഉണ്ടാവുന്നാണ് പറഞ്ഞത്. ഇതായതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ ഡയമണ്ട് ആണ്, പേള് വെച്ചത്. നല്ലൊരു വലിയ നെക്ലേസ്.
ഗോൾസുക്ക് നടന്നാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് അതിൻ്റേതായ റഷുണ്ട്. പക്ഷേ സൂക്കിൽ കുറേ അറബി ജ്വല്ലറിയൊക്കെ മിക്കവാറും അടച്ചിട്ടിട്ടാണ് കാണുന്നത്. പള്ളി എത്തി വാ, നിസ്കരിച്ചു പോവാ. നീ ഇത് ലേഡീസിന്റെ, നീ നേരത്തെ അയക്ക് പോവാ. ഞാൻ മുകളിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. പിള്ളേരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കോ. എവിടെ വരുന്ന ഉപ്പ നിസ്കരിച്ചിട്ട് വരാം കേട്ടാ. നീ വരുന്ന അങ്ങാണ്ടിക്കോ, ഒച്ചാക്കില്ല പള്ളീന്ന് കേട്ടാ. ബാ എന്നാ ഉപ്പ വേഗം വരും. ഉപ്പ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം. എബിയുണ്ട് വരുന്നാ, മോള് വരുന്നാ. ബാ എബിയും വരാ. ഈ ഗോൾഡ് സൂക്കിന്റെ തന്നെ ഒരു സൈഡ് ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെരുപ്പ്, ജൂട്ടീസ്, ഇതൊക്കെ ഷോളാണെന്ന് തോന്നുന്നു. ഷോൾ, പിന്നെ അബായാസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഓൺലി ഫോർ വീഡിയോ. ഇതൊക്കെ കണ്ട അറബികളുടെ അബായാസ് തന്നെയാണ് തോന്നുന്നു. അതെ, അബായാസ് തന്നെയാണ്. അബായാസ് ഉണ്ട്. പല കളേഴ്സിലുള്ള അബായാസ് ഉണ്ട് ഇവിടെ. നമുക്ക് നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാത്തിനും 2500 300 സംതിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഗോൾ സൂക്ക് നെക്സ്റ്റ് ഇനി നേരെ റൂമിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്. പുതുതായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.